ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്കൂൾ ബസ്സിലാണ് വാവ പോകുന്നത്. അപ്പോൾ ഞാൻ അവളെ വിളിക്കാനായിട്ട് പോകുവാണ്. ആദ്യമൊക്കെ ഞാൻ കൊണ്ടുപോയി ആക്കുമായിരുന്നു. പിന്നെ ഞാനിപ്പോൾ ആക്കത്തില്ല, സ്കൂൾ ബസ്സിലായിരുന്നു. അതാണ് നമുക്ക് എളുപ്പം. രണ്ടുപേരെ ആയിട്ട് എനിക്ക് ഇച്ചിരി പാടാണ്. അപ്പോഴത്തേക്കും അവൾ വന്ന് അവളുമായിട്ട് പിന്നെ വീട്ടിലേക്ക് നടന്ന് പോവുകയാണ്. ഇതുപോലെയല്ല തിരിച്ച് വന്നത്. മുടിയെല്ലാം അഴിഞ്ഞ് കിടക്കുക. 2 വശം മുടി കെട്ടി വെച്ച് കൊടുത്തു വിട്ടത്. എന്താടി മുടി അഴിഞ്ഞ് പോയാന്ന് ചോദിച്ചപ്പം ഹെയർ ബാൻഡ് ഇട്ടാണ് കെട്ടി കൊടുത്തിരുന്നത്. അത് പൊട്ടിപ്പോയെന്നാണ് പറഞ്ഞത്. എന്ത് പറ്റിയതാണെന്ന് ഒന്നും അറിയില്ല. വന്ന ഉടനെ ചെയ്യുന്ന കുറച്ച് കലാപരിപാടികളുണ്ട്. കുറച്ച് വളർത്തുമീനുകളുണ്ട്. അതിന് തീറ്റിയിട്ട് കൊടുക്കുക, അതിനെ കുറച്ച് നേരം നോക്കിയിരിക്കുക, അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ മീനുകളുടെ പരിപാലനമൊക്കെ കഴിഞ്ഞിട്ടാണ് വീടിനകത്തേക്ക് കയറുന്നത്. അപ്പോൾ വീടിനകത്ത് കയറിയപ്പോൾ ചോദിച്ചു അവലുണ്ടോ എന്ന് ചോദിച്ചു. ആ അവൽ ഭയങ്കര ഇഷ്ടമാണ്. അവരുണ്ടോ എന്ന് ചോദിച്ചു. അവലില്ല, തീർന്നു പോയി. അപ്പോൾ ഞാൻ കുറച്ച് ഉള്ളത് നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നനച്ച് വെച്ചത് കൊടുത്തപ്പോഴത്തേക്കും അവലില്ലെന്ന് പറഞ്ഞിട്ട് ഇതെവിടുന്നാന്ന് ചോദിക്കുവായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ ഉള്ളത് നനച്ച് വെച്ചു. പിന്നെ അതെല്ലാം കഴിഞ്ഞ് രാത്രി ആയപ്പോഴത്തേക്കും വാവയ്ക്കൊരു ചെറിയൊരു ഡ്രസ്സിൻ്റെ കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ ഓർഡർ ചെയ്തതായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ചേട്ടനും കൂടെ വന്നിട്ട് അവനെ കാണിക്കാമെന്നൊക്കെയാണ് വിചാരിച്ചത്. അപ്പോൾ ചേട്ടൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അവനെ കാണിക്കുമായിരുന്നു. ഒരു സർപ്രൈസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്. അപ്പോഴത്തേക്കും കുറച്ച് നേരം ഞാൻ ആളെ പേടിപ്പിച്ചിരുത്തിയായിരുന്നു. ആദ്യം കുറച്ച് നേരം ഇച്ചിരി നേരം പേടിപ്പിച്ചിരുത്തി. കുറച്ച് നേരമൊക്കെ പേടിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ചേട്ടനോട് ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഡ്രസ്സ് വന്നേട്ടാ അത് കാണിക്കാനാണ്. പിന്നെ അത് കഴിഞ്ഞ് ഒരു സർപ്രൈസൊക്കെ ഉണ്ട്, കാണിച്ച് തരാം എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ച് എടുത്തപ്പോഴത്തേക്കും ആൾക്ക് ഭയങ്കര സന്തോഷമായി. കൊറിയർ വന്നല്ലേ, അതാണല്ലേ എന്നെ പേടിപ്പിച്ചതെന്നുള്ള മൈൻഡിലായിപ്പോയി ആൾ. അപ്പോൾ ആ ബ്ലൗസൊക്കെ ഒരു പാവാടയും ബ്ലൗസ് മോഡലൊക്കെ ആയിരുന്നു. അപ്പോൾ ബ്ലൗസ് കുറച്ച് നേരം ഇട്ടൊക്കെ നോക്കി. ആൾക്കത് വലുതാണ്. അതിനി എക്സ്ചേഞ്ച് ചെയ്ത് വേറെ മേടിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എങ്ങനെയെങ്കിലും സമ്മതിപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ആദ്യമൊക്കെ പറഞ്ഞ് കുഴപ്പമില്ലമ്മ, ഞാൻ ഇട്ടോളാം, ഞാൻ വലുതാകുമ്പോൾ ഇട്ടോളാം, അതൊരു 8-10 വയസ്സൊക്കെ ആകുമ്പോഴേ ഇടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ ഇടണ്ടേ, അപ്പോൾ ഇടാൻ വേണ്ടി നമുക്ക് മാറി മേടിക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം. ഓക്കെ, ബൈ.